ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് ഒരു മുരിങ്ങ താളിപ്പ് കറിയുമായിട്ടാണ്. നല്ല പോഷകസമൃദ്ധമായ ഒരു നാടൻ ഒഴിച്ചുകറിയാണിത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായി ആദ്യം തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ജീരകമാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 10 കാന്താരിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 4 ചെറിയ ഉള്ളിയാണ്, കൊച്ചുള്ളിയില്ലേ അതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ല രീതിയിൽ അരച്ച് കൊണ്ടുവരണം. ഇതിനു വേണ്ടി അരപ്പ് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതിവിടെ മാറ്റി വെക്കാം. പിന്നീട് ഇതിനു വേണ്ടി ഒരു പിടി മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിവിടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ എടുത്ത് ചെറുതായ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഈ ഇലകളൊക്കെ വേറെ വേറെ കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ എല്ലാം അതുപോലെ നമ്മൾ ഇടുകയാണെങ്കിൽ എല്ലാം കൂട്ടിക്കുഴഞ്ഞതുപോലെയാണ് ഉണ്ടാവുക. എന്നാൽ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുരിങ്ങയില ഇവിടെ മാറ്റി വെക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൗ మీద ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ്, നെടുകെ കീറി ഇട്ടതാണ്. ഇതിൻ്റെ 4 ചെറിയ ഉള്ളിയാണ്, അത് ചെറുതായി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പിലയാണ്, ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് കട്ട് ചെയ്ത് വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയും ഇലയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഒരു പിടി മുരിങ്ങയില വഴന്ന് വന്നിട്ടുണ്ട്, ഈ രൂപത്തിലായിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നീട് സ്റ്റൗ మీద ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ കറിക്ക് മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മുരിങ്ങയില താളിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ അവിടുന്ന് ചൂടായി വരട്ടെ. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഗ്രേവിക്ക് വേണ്ട 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. മുരിങ്ങയിലയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിരുന്നല്ലോ, മൊത്തത്തിൽ 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു മല്ലിയിലയാണ്, മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു നാടൻ ഒഴിച്ച് കറിയാണ്, മുരിങ്ങയില താളിപ്പ് കറിയാണിത്. കറി തിളച്ച് വരുന്നുണ്ട്. കറി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മുരിങ്ങയില ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കഴിക്കുവാനും. എന്നാൽ നമുക്കിതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കുവാൻ പറ്റിയ നല്ലൊരു ഒഴിച്ച് കറിയാണിത്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.